പ്രോക്കുലിന്റെ എല്ലാ കൂട്ടുകാർക്കും അല്ലെങ്കിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഞങ്ങളുടെ ഹാപ്പി ദിവാലി. അപ്പൊ ഇതെന്തുണ്ടാക്കണം? നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഡിഷ്, നോർത്ത് ഇന്ത്യൻ ലഞ്ച് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, നോർത്ത് ഇന്ത്യൻ ലഞ്ച് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ സ്പെഷ്യൽ ഡേ ദീപാവലിക്ക് ഉണ്ടാക്കണം. ഫെസ്റ്റിവൽ സീസൺ നമ്മളിങ്ങനെ ദൈവികമായിട്ടുള്ള ഫുഡില്ലേ, ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ ഫുഡ്. ഉള്ളിയൊന്നും ചേർക്കാതെ, വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ പക്ക ദൈവത്തിന് കൊടുക്കാൻ പാകത്തിലുള്ള ഫുഡ്. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ കാലാച്ചന എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അത് നമ്മുടെ കറുത്ത കടലയാണ് കേട്ടോ. കറുത്ത കടല വെച്ചിട്ടാണ് കാലാച്ചന ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു സ്വീറ്റ് ആയിട്ട് അത് നമ്മുടെ റവ വെച്ചിട്ട് ഹൽവ പക്ക നോർത്ത് ഇന്ത്യൻ ഹൽവ, പൂരി ആൻഡ് ദെൻ കടല, അതായിരിക്കും നമുക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലൂടെ നമുക്ക് ബ്രേക്ക് വയ്ക്കാം. വേണമെങ്കിൽ കുറച്ച് ബസ്മതി റൈസോ ജീരകശാല റൈസും വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് റെഡി. അപ്പം ഒരു ലഞ്ച് റെഡിയാക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ഒറ്റ പാത്രങ്ങൾ വിട്ടാൽ തീരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ടൈമിന് ഒരു വർഷം വരുവാണെങ്കിൽ രണ്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം പോകാം വീഡിയോയിലേക്ക്. നമ്മൾ ആദ്യം സ്വീറ്റ് ഡിഷാണ് കേട്ടോ ഉണ്ടാക്കണേ. സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കിയതിന് ശേഷം നെക്സ്റ്റ് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് റവ, നമ്മുടെ ഉപ്പുമാവ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തരം തരി കൂടുതലുള്ള ടൈപ്പ് റവ. അതിലേലും കുഴപ്പമൊന്നുമില്ല, തരി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവും. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ എടുത്തു. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യ്, കുറച്ച് കൂടുതൽ നെയ്യ് ഉപയോഗിക്കും, അത് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ സ്വീറ്റ് ഡിഷിന്, ഇത്രയും സാധനം മതി നമുക്ക് ഈ സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ആ സാധനം ആദ്യം നമുക്ക് ആ സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കാം. നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു 1.5 ഗ്ലാസോളം വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു. വെള്ളം ഒഴിച്ച് ശരിക്കും നന്നായിട്ട് തിളയ്ക്കുക. അതിനുശേഷം നമ്മൾ 2-3 ഏലക്ക ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്, പൊളിച്ച് വെച്ചത്, അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഈ ഏലക്കയുടെ സത്ത് വന്ന് ഇത് റെഡിയാവണം. ആ നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പാൻ എടുത്ത് വയ്ക്കുന്നു. വേറൊരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനകത്ത് വെള്ളം പോട്ടെ. അതിനുശേഷം നമ്മൾ നെയ്യിൽ നമ്മളുടെ റവ, സൂചി നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്ത് നെയ്യിൽ നന്നായിട്ട് നല്ലോണം നെയ്യ് ചേർക്കണം. നല്ലോണം നെയ്യ് ചേർത്തതിന് ശേഷം വറുത്തെടുക്കുക. വറുത്തതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി കേട്ടോ. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ശേഷം നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ശരിക്കും നെയ്യ് ചേർത്ത് കൊടുത്താലാണ് അതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നത്. വിചാരിക്കരുത് ഇത്രയും നെയ്യ്. നന്നായിട്ട് നെയ്യ് മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1.5 കപ്പോളം സൂചി അല്ലെങ്കിൽ റവ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കുന്നു. കാരണം നമ്മൾ ഇതിനകത്ത് ഈ നെയ്യിൻ്റെ, നമ്മൾ നോർത്ത് ഇന്ത്യൻ ഇത് കഴിച്ചവർക്ക് അറിയാം, നമ്മൾ ഈ സ്വീറ്റ്സ് അല്ലെങ്കിൽ ഈ ഹൽവ കഴിക്കുമ്പോൾ ആ നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എത്ര നെയ്യ് ചേർത്താലും നല്ലതാണ്. വല്ലപ്പോഴും കഴിക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ എന്താ പറയുക, നെയ്യ് അങ്ങനെ കുറയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നെയ്യ് ചേർത്തതിന് ശേഷം തന്നെ ഇത് ഉണ്ടാക്കുക. നമ്മളത് നോർത്ത് ഇന്ത്യക്കാർക്ക് അറിയാം, അത് ഇങ്ങനെ അവരുണ്ടാക്കുമ്പോൾ നെയ്യ് ഇങ്ങനെ മേലിൽ കിടന്നിട്ടാണത് വേവിച്ചവരെടുക്കുന്നത്. എന്നിട്ട് ശരിക്കും അത് ഇളക്കി ആ നെയ്യ് മേളിൽ വരുന്നോടം വരെ ഇളക്കി അത് ഹൽവ പരുവത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ സമയം കൊണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇതിന് മധുരത്തിനുള്ള പഞ്ചസാര, ഈ ഹൽവയ്ക്ക് എത്ര മധുരം വേണോ അത്ര ആവശ്യത്തിനുള്ള പഞ്ചസാര. അപ്പോൾ പച്ചവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. പച്ചവെള്ളത്തിലേക്ക് നമ്മൾ ഇലാച്ചി 2-3 ടേസ്റ്റിന് വേണ്ട ഇലാച്ചി എടുത്തു. അതിനുശേഷം ഈ നമ്മുടെ ഇതിൻ്റെ കണക്ക് 1 കപ്പ് ഹൽവ 1 കപ്പ് പഞ്ചസാര, അത് അത്രത്തോളം, ഏതാണ്ട് അത്രത്തോളം
നെയ്യ് അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ. ശരിക്കും ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നവരെ. പിന്നെ നമ്മളുടെ പഞ്ചസാരയുടെ കണക്കൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. ചിലർക്ക് നന്നായിട്ട് മധുരം വേണം. അപ്പോൾ മധുരം അങ്ങനെ വേണമെന്നുള്ളവർ നന്നായിട്ട് മധുരം ചേർക്കുക. അല്ലാത്തവർ കുറച്ച് മധുരം കുറച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ കളർ ഏജൻറ്റോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു കളറും നമ്മൾ ഇതിനകത്ത് കേസരിക്കൊക്കെ യൂസ് ചെയ്യണ മാതിരി യെല്ലോ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. അത് നല്ല ബ്രൗൺ കളറാവണം വരെ വറക്കണം കേട്ടോ. മുൻകൂട്ടി എല്ലാ സ്ഥലത്തുനിന്നും മേളിൽ കയറി കിടക്കരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും ബ്രൗൺ കളറാവില്ല. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ എന്താ നമ്മുടെ ഹൽവയിൽ സൂചിയിലേക്ക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് വറ്റിച്ച് കുറുക്കിയെടുക്കുക, ഹൽവ പരുവത്തിലാക്കിയെടുക്കുക. അതിന് ശേഷമാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇടണം. നമ്മുടെ റവ ഒരുമാതിരി ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ നെയ്യിൽ ഇതിൻ്റെ മണം ഒരു വല്ലാത്തൊരു സ്മെല്ല് വന്നു തുടങ്ങി. വല്ലാത്തൊരു സ്മെല്ല്, നല്ല സ്മെല്ലാട്ടോ, പിടിച്ച സ്മെല്ലൊന്നും അല്ലേ, നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങി. അതിനർത്ഥം ഈ നെയ്യിലിത് നന്നായിട്ട് മിക്സായി എന്നുള്ളതാണ്. ചിലരുടെ കുറച്ചുകൂടി ബ്രൗണിഷ് കളറാക്കും ഹൽവ അല്ലേ. ചിലരുടെ ഹൽവ നല്ല ബ്രൗൺ കളറുണ്ട്, ചിലരുടെ ഗോൾഡൻ കളറായിട്ട് ഇരിക്കും. അത് നമ്മൾ ഈ വറുക്കുന്നതിൻ്റെ രീതി അനുസരിച്ചിട്ടാണ് അവരുടെ ഹൽവയുടെ ടേസ്റ്റ് മാറിക്കുന്നത്. പക്ഷേ ഇതൊരു ട്രഡീഷണൽ അവരുടെ ഫുഡാണ്. ഒരു എല്ലാ ദീപാവലി, ജാഗരൺ, ഭയ്യാദൂജ് എല്ലാ ആവശ്യങ്ങൾക്കും അവർ എനിക്ക് തോന്നുന്നു നമ്മൾ അമ്പലത്തിലേക്കൊക്കെ ഇവിടെ നമുക്ക് അങ്ങനെ ഫുഡ് കൊടുക്കുന്ന പരിപാടിയില്ലല്ലോ. അവിടെ നമ്മളുടെ അമ്പലത്തിൽ പൂരി ഇതുപോലെ ഉണ്ടാക്കി എല്ലാവരും ഈശ്വരന് കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവരുടെ. ഇതിനകത്ത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വെളുത്തുള്ളിയോ ഉള്ളിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കില്ല. പക്ഷെ അതിന് ഇതൊന്നും ചേർത്തില്ലേ പോലും ഇതിൻ്റെ ടേസ്റ്റ്, ഇതിൻ്റെ ഈ ഒരു പ്രസാദം എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഭയങ്കര രുചിയാണ്. ഇതൊന്നും ഇതൊന്നും ചേർക്കാതെ ഇതിന് എല്ലാ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അറിയാം, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ഈ ഹൽവ. അതുപോലെ തന്നെ ഇനി പൂരിയുടെ സബ്ജി ഉണ്ടാക്കണമെന്നും ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല, പക്ഷേ അത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മളടുത്ത് ഇതിനകത്തിരുന്ന ഇത് മാറ്റി അതിനുശേഷം നമ്മുടെ ഹൽവയുടെ കളറിലേക്ക് ബ്രൗൺ ഗോൾഡൻ ബ്രൗണിലേക്ക് വന്നു. ദെൻ നമ്മൾ എന്ത് ചേർക്കണം, ഇത് ചേർക്കണം. ഈ വെള്ളത്തിൽ കിടന്ന് ഇത് വെന്ത് കുറുകി നെയ്യ് മേളിൽ വരുന്നോടം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനകത്ത് ആ നെയ്യിൻ്റെ അംശം മേളിൽ വരുന്നോടം വരെ ഇളക്കി കുറുക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് വെള്ളം പെട്ടെന്ന് തന്നെ ഇതാവും. ഓൾറെഡി റവയല്ലേ. സ്മെല്ലാണ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് നല്ലോണം എന്താ പറയുക, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, നെയ്യുണ്ട്. ഇങ്ങനെ കൊത്തി വെച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ച് ആവശ്യ സമയത്ത് ഞാൻ ലാസ്റ്റ് ഇത് സെറ്റ് ചെയ്യണത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളുടെ ഹൽവ സ്വീറ്റ് ഐറ്റം, നമ്മൾ ഇന്നത്തെ ദീപാവലി സ്പെഷ്യലിലെ സ്വീറ്റ് ഐറ്റം റെഡിയായി. ഇനി നമുക്ക് കറി സബ്ജി. ഇന്നലെ തലേദിവസം വെള്ളത്തിലിട്ട ചെനയാണ്. ചെന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടല, കറുത്ത കടല കേട്ടോ. കറുത്ത കടലയോ ചുവന്ന കടലയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും ഇട്ടതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം. 3-4 വിസിൽ വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. മൂന്നാല് വിസിൽ വരുന്നവരെ കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, മിക്സ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മൾ ചെനയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ റെഡിയാക്കുകയാണെ. ഒരു 1.25 സ്പൂൺ മല്ലിപ്പൊടി യൂസ് ചെയ്തു. പിന്നെ നമ്മളിതിനകത്ത് കാശ്മീരി മുളക് പൊടി, കളറിന് പറ്റിയ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള നല്ല ബിരിയാണി മുളക് പൊടി ചേർത്തു. ദെൻ നമ്മളിതിനകത്ത് ചേർക്കുന്നു ഒരു 1/2 സ്പൂണോളം ജീരകപ്പൊടി കേട്ടോ. നമ്മൾ നല്ല ജീരകം വറുത്തതാണ്. പിന്നെ നമ്മളിതിനകത്ത് ചേർക്കുന്നു കുറച്ച് മഞ്ഞൾ,
മഞ്ഞൾപ്പൊടി, ഗരം മസാല വേണ്ട. പിന്നെ നമ്മൾ ഇതിനകത്ത് വേറൊരു കാര്യം ചേർക്കുന്നത് ഡ്രൈ മാംഗോ പൗഡറാണ് കേട്ടോ. ഇത് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂണോളം, ഒരു 1/2 സ്പൂണോളം ഇത്രയും നമ്മൾ എന്താ പറയുക ഡ്രൈ മാംഗോ പൗഡർ, മാങ്ങാപ്പൊടി കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും തക്കാളി ചേർക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ അതിനൊരു പുളിരസം കിട്ടാനാണ് ഡ്രൈ മാംഗോ പൗഡർ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാം. നന്നായിട്ട് അതിപ്പോൾ എന്നാൽ കുറച്ചുകൂടി എന്താ പറയുക തിക്കാവും. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ നന്നായിട്ട് തിക്കായി കിട്ടും. അതുകൊണ്ടാണ് നേരത്തെ മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇനി ഞാൻ കാണിച്ചു തരാം എപ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഉപ്പിട്ടിട്ടാണ് ചെന വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഉപ്പ് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഗരം മസാല ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ആകെ യൂസ് ചെയ്യുന്നത് ഇഞ്ചി, നീളത്തിലോ വട്ടത്തിലോ അത് നിങ്ങളുടെ ഇഷ്ടം, കട്ട് ചെയ്തത്. കുറച്ച് മുളക്, നീളത്തിലുള്ള കാന്താരി മുളക്. ഇത് മല്ലിയില. ഇതിന് നമ്മൾ വീട്ടിലിരിക്കുന്ന മല്ലിക്ക് എന്താ പറയുക വൈൽഡ് സിലിണ്ടറോ. അത് ശരിക്കും നമ്മുടെ മല്ലി ഇല തന്നെയാണ്. മല്ലിയിലയുടെ വേറൊരു വേർഷനാണ് കാട്ടുമല്ലിയില. ഇത് നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മല്ലിയേക്കാൾ മണവും ടേസ്റ്റും കൂടുതലാണ് കേട്ടോ ഈ വൈൽഡ് സിലിണ്ടറൊക്കെ. ഓക്കെ, ഇതെനിക്ക് പേര് പറഞ്ഞു തന്ന മീൻകുട്ടിയാണ് പറഞ്ഞു തന്നത്. ഇതാണ് ഇതിൻ്റെ പേര് ഇങ്ങനെയാണെന്ന്. ഞാൻ മല്ലിയില എന്നൊക്കെ തന്നെയാണ് അവനെ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മീനാക്ഷി മാറ്റി തന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആയിക്കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ ചെന റെഡിയാക്കാം. കാലാച്ചെന. ഓൺ ചെയ്തോ? നമ്മളൊരു വേറൊരു പാൻ വെച്ചു. കേട്ടോ, നമ്മളുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറുത്ത ചേന നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ചു. ഇതിൽ നമ്മളൊരു പാൻ വെക്കുന്നു. പാൻ വെച്ചതിന് ശേഷം മീൻകുട്ടി ഒരു തടിയുടെ സ്പൂൺ എടുക്കുന്നു. ഓയിൽ ഒഴിച്ചു. ഓക്കെ, ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടാകാൻ നമ്മളെടുക്കുന്ന സമയം നമ്മളപ്പോൾ നോക്കണം കേട്ടോ. ചേന നന്നായിട്ട് എന്തോന്നൊന്ന് നോക്കണം കേട്ടോ. കാരണം അതിൽ നമ്മൾ വേവിക്കുന്ന പ്രോസസ്സൊന്നുമില്ല, ലാസ്റ്റ് വേവിച്ച പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കും. അതൊന്നും റെഡിയാക്കി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെയും പറയുകയാണ്, നമ്മൾ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇല്ല എന്ന് കരുതി ഈ ചെനയ്ക്ക് അല്ലെങ്കിൽ ഈ കടലയ്ക്ക് ഒരു ടേസ്റ്റ് കുറവുണ്ടാവുന്നില്ല. അത് മാത്രമല്ല നമുക്ക് കേരളീയർക്ക് പരിചയമല്ലാത്തൊരു രുചി നമുക്ക് ട്രൈ ചെയ്യുകയും ചെയ്യാം. അതാണ് ഈ ഡിഷിൻ്റെ ഒരു പ്രത്യേകത. ആയിക്കോട്ടെ, നമ്മളിവിടെ എന്താ പറയുക നോർത്ത് ഇന്ത്യൻ കറികൾക്ക് ഉപയോഗിക്കുന്ന പോലെ കറിവേപ്പില ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല. അതിനൊന്നും ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനാണ്. വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടേസ്റ്റേ മാറിപ്പോൾ. നമ്മളുടെ ഇഞ്ചി പച്ചമുളകും റെഡിയായിട്ട് ഒന്ന് വഴണ്ട് കെട്ടി then നമ്മൾ ഇതിനകത്തേക്ക് നമ്മളുടെ മസാല റെഡിയാക്കി വെച്ചിരുന്നല്ലോ. എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ജീരകം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി എരിവിനുള്ള മുളക് പൊടി, കളറിനുള്ള മുളക് പൊടി, പിന്നെ അതിനകത്ത് നമ്മൾ ഇച്ചിരി ജീരകപ്പൊടിയുടെ ടേസ്റ്റ് വളരെ ഇതായിട്ടുള്ള ഒന്നാണ്. അത് ജീരകപ്പൊടി ചേർത്തു. പിന്നെ അതിനകത്ത് സ്പെഷ്യലായിട്ട് ചേർത്തു എന്ന് പറയാൻ ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇതൊന്ന് എണ്ണ മുകളിൽ പൊങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചെനയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്നും വലിയ പരിപാടിയിലുള്ള ജോലികളല്ല കേട്ടോ. ഇതൊന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ വൈകുന്നേരം നമ്മൾ ലൈറ്റ്സിൻ്റെ ഒക്കെ വീഡിയോകളിടാം അല്ലേ, ദീപാവലിയുടെ. പക്ഷേ
പക്ഷെ ഇന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് പറ്റുമെന്ന് സംശയം. നമ്മളുടെ അപ്ലോഡ് ചെയ്യുന്ന മഹാന് എക്സാമിൻ്റെ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് തരുമെന്ന് അറിയില്ല. മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇതിനകത്ത് കുറച്ച് ഞാൻ കടലയുടെ വെള്ളം കളഞ്ഞില്ല കേട്ടോ. കാരണം അത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഈ കറി ഒന്ന് തിക്കാവാനുള്ള ആവശ്യമുണ്ട്. ഇതൊന്ന് തിക്കായി വരുമ്പോഴാണ് നമ്മൾ ഗരം മസാലയും മല്ലിയിലയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് വെള്ളം വറ്റി ഒന്ന് ഡ്രൈ ആയി വരട്ടെ. നമ്മളുടെ ചെനയിലെ കടലയുടെ ഇതൊക്കെ മാറി വെള്ളമൊക്കെ ഡ്രൈ ആയി ശേഷം നമ്മൾ അങ്ങനത്തെ ഒരു സ്പൂണോളം ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി ഒന്നും ചേർക്കണ്ട. അത്രത്തോളം ഗരം മസാല കൂടി അതിനകത്തേക്ക് ചേർക്കണം. അപ്പം നമ്മളുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. മണമൊക്കെ ഒന്ന് മാറി വല്ലാത്തൊരു സ്പൈസി സ്മെല്ല് വന്നു. നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം. ഇത് നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില, ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയില അല്ലാതെ വേറെ ഇലകളൊന്നും ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ശരിയാവും. അതുകൊണ്ട് മല്ലിയില മാത്രമേ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ.